ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലൻ ദേവിയോട് പറയുകയാണ് നമുക്കൊരു സ്ഥലം വരെ പോകണം എന്നൊക്കെ. അപ്പോൾ ദേവി ചോദിക്കുന്നത് എവിടെയാണെന്ന്. പക്ഷേ ബാലനെല്ലാം പറയുന്നുണ്ടെങ്കിലും നമ്മളെ അത് കേൾപ്പിക്കുന്നില്ല. ബാലൻ ദേവിയോട് എല്ലാ കാര്യങ്ങളും പറയുകയാണ്. ഇത്രയും കാലം നമ്മൾ അനിയന്മാരെ സ്വന്തം മക്കളെപ്പോലെ വളർത്തി സ്നേഹിച്ചിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. നാളുടെ കാലത്ത് നമുക്കൊരു താങ്ങും തണലും അവരാവുന്നതായിരുന്നു വിശ്വാസം. പക്ഷേ എല്ലാവരും പലതും പറഞ്ഞിട്ട് നമ്മളത് വിശ്വസിച്ചില്ല. ഇന്നിപ്പോൾ ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് ആരുമില്ല. എന്തായാലും ഇനി അങ്ങോട്ട് നമ്മുടെ ജീവിതം കണ്ടെത്തിയില്ലെങ്കിൽ ശരിയാവില്ല ദേവി. മരണം വരെ നീ എന്നോടൊപ്പം ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ പറയുന്ന പോലെ നീ കേൾക്കുമല്ലോ. ശരിയെന്ന് പറയാണ് ദേവി. അങ്ങനെ രണ്ടുപേരും തീരുമാനിക്കുകയാണ്. അപ്പോൾ ബാലൻ തന്നെ പറയാണ് നമുക്ക് ഒരു യാത്ര പോകണം, ഒരിക്കലും തിരിച്ചു വരാനാകാത്തൊരു യാത്ര തന്നെ ആയിരിക്കണം അതെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ അവർ ആ രാത്രി മുറ്റത്തിരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുകയാണ്. രാവിലെ ആകുമ്പോൾ നേരെ അമ്പലത്തിലേക്ക് പോവാണ് തൊഴാനായിട്ട്. അങ്ങനെ അവിടെ ചെന്നിട്ട് പ്രസാദമൊക്കെ വാങ്ങുമ്പോൾ തന്നെ അമ്പലത്തിൽ പോയിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ബാല, മനസ്സിന് നല്ല സങ്കടം ഉണ്ടെന്ന് തോന്നുന്നല്ലോ. എന്തെങ്കിലും സങ്കടം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ മതി, അതിനുള്ള കടാക്ഷം ദേവിയിൽ നിന്നും കിട്ടും, എല്ലാം മാറിക്കോളും എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തുക കേട്ടോ. എല്ലാവർക്കും വേണ്ടി വഴിപാടും കാര്യങ്ങളൊക്കെ നടത്തിയാൽ മാത്രം മതി എന്ന് പറയും. അങ്ങനെ എല്ലാവരുടെ പേരിലും അർച്ചനയ്ക്ക് വേണ്ടിയിട്ടും വഴിപാടിന് വേണ്ടിയിട്ടുമൊക്കെ ചീട്ടെഴുതുവാണ് കേട്ടോ നമ്മുടെ ബാലൻ. ആ സമയത്ത് തന്നെ ദേവിയെ പരിചയമുള്ള ഒരു ആളങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അഞ്ജുവിന് വിശേഷം ഉണ്ടല്ലേ, സാവിത്രി പറഞ്ഞിരുന്നു. പെട്ടെന്ന് തന്നെ അവളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരണമെന്നാണ് സാവിത്രി പറയുന്നത്. അപ്പോൾ ദേവി പറയുന്നുണ്ട്, അതങ്ങനെ നടക്കും ചേച്ചി, അതിനൊക്കെ ഒരു നാട്ടു നടപ്പില്ലേ, ഒരു 7-ാം മാസമൊക്കെ ആകുമ്പോഴേ ഞങ്ങൾ വിടത്തുള്ളൂ. പിന്നെ അല്ലാതെ, അല്ലെങ്കിൽ തന്നെ അവൾക്കൊരു ഒറ്റ മോളല്ലേ ഉള്ളൂ, അതുകൊണ്ട് അവൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ അഞ്ജുവിൻ്റെ വിശേഷങ്ങൾ അവിടെ നിന്ന് പറയാം കേട്ടോ. അപ്പോൾ ബാലൻ അങ്ങോട്ട് വരുന്നുണ്ട്. ബാല സുഖമാണോ എന്നൊക്കെ ചോദിക്കണം. ഇതേ സമയം തന്നെ വീട്ടിൽ ശങ്കരമാമ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശിവനോടും അഞ്ജുവിനോടോട്ട് പറയുന്നുണ്ട്, ഇവിടെ ഇനിയിപ്പോൾ എന്തായാലും ഭാഗം വയ്ക്കലൊക്കെ ഉടനെ നടക്കും, അതുവരെ കാത്തു നിൽക്കണോ, ഈ മാസം തന്നെ നമുക്ക് അഞ്ജുവിനെ വിളിച്ചുകൊണ്ട് പോക്കൂടെന്ന് ചോദിക്കുമ്പോൾ, അയ്യോ അതെന്താ അമ്മാമേ അങ്ങനെ പറയുന്നത്, ഞാനായിട്ട് എങ്ങനെ തീരുമാനം എടുക്കാനാ. അല്ല, ബാലിൻ്റെ സംസാരത്തിൽ നിന്ന് അറിഞ്ഞിരുന്നു, എന്തായാലും കണ്ണന് കൊടുക്കാനുള്ള എല്ലാം ഇപ്പം തന്നെ കൊടുത്ത് തീർക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഭാഗം വെച്ചാലല്ലേ പറ്റൂ. അത് വലിയേട്ടൻ പറഞ്ഞിരുന്നു, എന്തൊക്കെ തന്നെ ആയാലും കണ്ണന് കൊടുക്കാൻ അവൻ ചോദിച്ചാലും കൂടുതലേ കൊടുക്കത്തുള്ളൂ എന്നിങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും ഉറപ്പല്ലേ ഭാഗം വയ്ക്കുന്നുള്ളത്. അപ്പോൾ സാവിത്രി ഇവിടെ പറയുന്നതും അങ്ങനെ തന്നെയാണ്. അഞ്ജു ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, അഞ്ജുവിനെ നമുക്ക് അങ്ങോട്ട് വിളിച്ചിട്ട് പോവാം, അതല്ലേ നല്ലത്. നേരത്തെ എന്തെങ്കിലും ഒരു അഞ്ജുവിന് അതിനോട് താല്പര്യമില്ല. ആ സമയത്താണ് ബാലനും ദേവിയും കൂടെ അമ്പലത്തിൽ നിന്ന് വരുന്നത്. എന്താ അമ്മാമ സുഖമാണോ എന്നൊക്കെ പരസ്പരം എല്ലാവരും വിശേഷം ചോദിച്ചിട്ട് പെട്ടെന്ന് എന്താ വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അമ്മാവൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഈ മാസം തന്നെ അഞ്ജുവിൻ്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയാലോ എന്ന്. അപ്പോൾ ദേവി പറയണം, അതങ്ങനെ നടക്കും അമ്മാമ, ഒരു നാട്ടു നടപ്പനുസരിച്ച് ഇപ്പം വെറും 4-ാം മാസം മാത്രമല്ലേ അയാൾ പ്രസവം, എന്തായാലും അവിടെ വെച്ചാവട്ടെ, ഒരു 7-ാം മാസത്തിലൊക്കെ വിളിച്ചുകൊണ്ട് പോയി പോരെ. അങ്ങനെ പറയുമ്പോൾ, എന്താടാ ശിവ, നിനക്കങ്ങനെ താല്പര്യമുണ്ടോ, അഞ്ജുവിന് പോകണമെന്നുണ്ടോ എന്നൊക്കെ ദേവി ചോദിക്കുന്നുണ്ട്. നമ്മുടെ താല്പര്യമല്ല അച്ഛൻ. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ശങ്കരമാമ പറയുകയാണ്, അയ്യോ അവർ പറഞ്ഞിട്ടല്ല, ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു തീരുമാനത്തിൽ പറഞ്ഞതാണ്. ഇവിടുത്തെ ഇനിയിപ്പോൾ ഭാഗം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ ബാല, അതുകൊണ്ടാണ്. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, അമ്മാമ അതിനെക്കുറിച്ച് ഒന്നും പേടിക്കണ്ട, ഇവിടെ എന്തായാലും അങ്ങനെ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല, ഈ വീട് പിരിയാനും പോകുന്നില്ല, സാധനം കുടുംബത്തിൽ ആരും പരസ്പരം പിരിഞ്ഞു പോകുന്ന പേടിക്കുകയും വേണ്ട, ധൈര്യമായിട്ടിരിക്കാൻ എല്ലാവർക്കും വാക്ക് കൊടുത്തിട്ട്. അങ്ങനെ അമ്മാമ്മയെ വീട്ടിലേക്ക് കൊണ്ടാക്കാനായിട്ട് ശിവൻ കാറിൽ തന്നെ ഇടുകയാണ് കേട്ടോ. അങ്ങനെ അഞ്ജു നേരെ അകത്ത് വന്ന് ടാബ്ലറ്റൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ദേവി ബാലിനെ വിളിച്ചിട്ട് വീട്ടിലെ പലചരക്ക് സാധനങ്ങളൊക്കെ തീർന്നതിൻ്റെ ലിസ്റ്റ് പറയുകയാണ് കേട്ടോ. അപ്പോൾ അഞ്ജു ചെന്ന് പരിഭവം പറയണം ദേവിയോട്, എന്തിനാ എഴുതി എന്നെ കൊണ്ടുപോകണ കാര്യങ്ങൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ 7-ാം മാസത്തിൽ വിളിച്ചുകൊണ്ട് പോകണ കാര്യങ്ങളൊക്കെ അച്ഛനോട് പറഞ്ഞ് ഞാൻ എന്തായാലും പോവില്ല, എൻ്റെ പ്രസവം ഇവിടെ സാന്ത്വന വീട്ടിൽ തന്നെ മതി, അതുമാത്രമല്ല എൻ്റെ കാര്യങ്ങൾ, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ദേവിയെടുത്തി തന്നെയാണ് നോക്കേണ്ടത്, ദേവിയെടുത്തി എൻ്റെ കുഞ്ഞിനെ ഏറ്റുവാങ്ങുകയും വേണം കേട്ടോ. അങ്ങനെ പറയുമ്പോൾ ദേവി പറയും, എടി അങ്ങനെയൊന്നും നീ ചിന്തിക്കരുത്, ഇപ്പം അപ്പു എന്നോട് കാണിച്ചത് കൊണ്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, അതിൻ്റെ ആവശ്യമില്ല, നിൻ്റെ അമ്മയ്ക്കും അച്ഛനും നീ ഒറ്റ മോളാണ്, അവരെന്തുമാത്രം കൊതിച്ചിരിക്കുന്നു നിൻ്റെ ഒരു കുഞ്ഞിനെ കാണാനും താലോലിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു ആഗ്രഹം ഒറ്റ നിമിഷം കൊണ്ട് നീ ഇല്ലാതാക്കല്ലേ. 7-ാം മാസത്തിൽ അവർ വിളിക്കാൻ വരുമ്പോൾ നീ സന്തോഷത്തോടുകൂടി ഇവിടെ നിന്ന് പോകണം, അല്ലാതെ ഏട്ടത്തി നോക്കട്ടെ എന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നീ വിചാരിക്കുകയും ചെയ്യല്, പറയുകയും ചെയ്യരുത്. നീ സന്തോഷത്തോടെ പോകണം, അവിടെ തന്നെ പ്രസവവും നടക്കണം, സാവിത്രമായി തന്നെ നിന്നെ നോക്കുകയും വേണം എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ അഞ്ജു പരിഭവം കാണിച്ചിട്ട് വിഷമത്തോടെ അകത്ത് കയറി പോവുകയാണ്. പോകുന്ന സമയത്താണ് നമ്മുടെ കണ്ണൻ വരികയാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഡൈനിങ് ടേബിളിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഏട്ടത്തി എന്ന് വിളിക്കുന്നുണ്ട്. ദേവി മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഉണ്ട് ഇവൻ്റെ ഈ തൊള്ള തുറപ്പ് കാരണം അഞ്ജു ഓടി വന്നിട്ട് പറയുന്നത്, എന്താട്ടാ നീ ഇവിടെ കിടന്ന് അലറുന്നതേ, എനിക്ക് ചോറ് വേണം, ഞാൻ ഏട്ടത്തിയാണ് വിളിച്ചത്, അല്ല കുഞ്ഞേട്ടത്തി അല്ലല്ലോ വിളിച്ചത്, അതിന് എന്തിനാ ഇങ്ങനെ കിടന്ന് അലറുന്നത്. അപ്പോഴത്തേക്കിനും
അപ്പോൾ ഉടനെ തന്നെ അവൻ ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ കുഞ്ഞേട്ടത്തോട് ഞാൻ എന്തെങ്കിലും ചോദിച്ചു, ഞാൻ ഏട്ടത്തിയല്ലേ വിളിച്ചെന്ന്, ഏട്ടത്തി വെറുതെ എന്നോട് വഴക്കുണ്ടാക്കാൻ വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞ് കൈ ചൂണ്ടി അങ്ങ് അഞ്ജുവിനോട് സംസാരിക്കും കേട്ടോ. അപ്പോഴാണ് ദേവി പറഞ്ഞത്, എന്താ നിനക്ക് വേണ്ടത്, എനിക്ക് ചോറ് വിളമ്പണമെന്ന് പറയാം. അതെല്ലാം വേവിച്ച് ഇവിടെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടല്ലോ, കോരി കഴിക്കാൻ എന്താ ഇത്ര പാട്, എടുത്ത് കഴിക്ക്. എന്നും അതല്ലല്ലോ പതിവ്, ഏട്ടത്തിയല്ലേ എടുത്തു തരുന്നത്, ഏട്ടത്തി എടുത്ത് തന്നാൽ മതി. ഇല്ല, ഞാൻ ഇനി അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, അവരവരുടെ കാര്യങ്ങൾ അവരവർ തന്നെ നോക്കിയാൽ മതി, ഒരു ഭക്ഷണം എടുത്ത് കഴിച്ചെന്ന് പറഞ്ഞാൽ ഒന്നും വരാനില്ല. എല്ലാ കാര്യങ്ങളും എല്ലാവരെയും ഏൽപ്പിച്ചിട്ട് ഏട്ടത്തി എങ്ങോട്ടാണ് പോകുന്നത്? ആ, ഞാനത് എങ്ങോട്ട് പോകുന്നെന്നോ അതിപ്പോൾ എന്തോ ആയിക്കോട്ടെ, നിൻ്റെ കാര്യങ്ങൾ നീ നോക്കുക, വെറുതെ ഏട്ടത്തിമാരോട് ചോദിച്ചും അവരുടെ സഹായം തേടി നിൽക്കേണ്ട ആവശ്യമില്ല. കോളേജിലൊക്കെ പോകുമ്പോൾ നീ തന്നെയല്ലേ നിൻ്റെ പാത്രങ്ങൾ കഴുകിയിരുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്, അതുപോലെ കഴിക്കുകയും ചെയ്ത് കഴിക്കുന്ന പാത്രങ്ങൾ കഴുകിയും വെക്കണമെന്ന് ദേവി. അപ്പോൾ ദേവിയുടെയും മാറ്റം പെട്ടെന്ന് കണ്ണൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. ദേവി ഒരിക്കലും ഇങ്ങനെ പറയില്ല, എന്നും സഹിച്ച് നിൽക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ കണ്ണൻ വീണ്ടും പറഞ്ഞു, അതെന്താ ഏട്ടത്തിക്ക് പെട്ടെന്നൊരു മാറ്റം? ആ, അങ്ങനെയാണ്, ഇനി അങ്ങനെയൊക്കെ തന്നെയാണ്, ആരുടെ കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല, ഇനി ഞാൻ അങ്ങനെ വരുന്നില്ല, എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് നോക്കിക്കൊള്ളണം എന്നിങ്ങനെ ദേവി പറഞ്ഞിട്ട് ദേവി അകത്തേറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ അഞ്ജു പറയുന്നുണ്ട്, കേട്ടല്ലോടാ ഏട്ടത്തി പറഞ്ഞത്, മര്യാദയ്ക്ക് നീ നിൻ്റെ കാര്യം നോക്ക്, നിനക്ക് മറ്റുള്ളവർ എന്തെങ്കിലും പറയുമ്പോൾ അവരുടെ അടുത്ത് ചാടിക്കടിക്കാനും തറുതല പറയാനും ഒക്കെ വലിയ നാവാണല്ലോ, ആ ഒരു നാക്ക് സ്മാർട്ട്നെസ്സും ഒക്കെ നീ നിൻ്റെ കാര്യത്തിൽ സ്വന്തമായിട്ട് ചെയ്യാനുള്ള കാര്യത്തിൽ നോക്കടാ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ട് പോകുമ്പോൾ കണ്ണനാകെ ദേഷ്യം വന്നിട്ട് കണ്ണൻ കഴിക്കാതെ പാത്രം എടുത്ത് ഒറ്റ എറിഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ദേവിക്ക് അകത്തുനിന്ന് ദേവി ഇത് കാണുന്നുണ്ട്, പക്ഷേ ദേവിക്ക് കഴിക്കാതെ പോയപ്പോൾ ഒരു വിഷമമുണ്ട്. അങ്ങനെ അഞ്ജുവിനോട് പറഞ്ഞിട്ട്, അവൻ കഴിക്കാതെ അല്ലേ പോയത്, ആ പോട്ടെ, അങ്ങനെ തന്നെ വേണം അഹങ്കാരി എന്നിങ്ങനെ അഞ്ജു പറയാൻ കേട്ടോ. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരെ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്